ഹായ് ഓൾ, ബേബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കഴിഞ്ഞ റീൽസിൽ പറഞ്ഞ പോലെ തന്നെ ഫീഡിങ് ബ്രാ കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ മാനിക്യൂറിൽ ഇട്ടേക്കുന്നത്. നമുക്ക് ഫീഡിങ് ബ്രാ വേണോ അല്ലെങ്കിൽ നോർമൽ ബ്രാ വേണോ, ഇല്ലെങ്കിൽ ഫീഡിങ് ബ്രാ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ ഗുണം, നോർമൽ ബ്രാ ഇട്ടാലും കുഴപ്പമുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഫീഡിങ് ബ്രാ ഇടുമ്പോൾ ഉള്ളൊരു കംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമുക്ക് ഫീഡ് ചെയ്യാനുള്ളൊരു കംഫർട്ടബിളാണ്. അതായത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്കതിനെ ഫീഡ് ചെയ്യാനുള്ളൊരു കംഫർട്ടബിളാണ് നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത്. അതായത് നമ്മൾ ഫീഡിങ് ടോപ്പായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെറ്റേണിറ്റി വെയർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീഡിങ് ബ്രാ ആണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എവിടെ ഇരുന്നാണെങ്കിലും നമുക്ക് അതായത് കംഫർട്ടബിൾ പ്ലേസിലിരുന്ന് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതേ സമയത്ത് ഇപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതേ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ബ്രാ ഇടുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫീഡിങ് ബ്രാ ഇടുമ്പോൾ കൂടുതൽ സാഗി ആകുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഫീഡിങ് ബ്രായ്ക്ക് മുന്നേ തന്നെ നമ്മൾ ബ്രസ്റ്റിന് ചേഞ്ചസ് വരും ഇല്ലേ. അതായത് നമ്മളൊരു ക്യാരിങ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 3-4 months കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരു ഫിസിക്കൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. നമ്മുടെ ബട്ടക്സിൽ നമ്മുടെ ബ്രസ്റ്റ് വന്നിട്ട് കുറച്ചൊക്കെ ഒരു ചേഞ്ചസും കാര്യങ്ങളും, കുറച്ചൊരു എക്സ്പാൻഷൻ വെക്കുക, ബട്ടക്സിൻ്റെ ഏരിയ വന്നിട്ട് കുറച്ച് എക്സ്പാൻഷൻ വെക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ബ്രസ്റ്റ് വന്നിട്ട് അതേപോലെ ചേഞ്ചസും കാര്യങ്ങളും വരുന്നു, സൈസുകൾ മാറുന്നു, അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ് ബ്രായിലേക്ക് വരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുന്നത്. അപ്പോൾ അന്നേരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിന് വന്നിട്ട് കുറച്ച് ഹെവിനെസ് വന്ന് അതിന് മുന്നേ ഹെവിനെസ് വന്നിട്ട് നമ്മൾ പ്രോപ്പർ ഒരു എന്താ പറയുക ഇന്നർ അല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാഗി ആയി പോകും. അപ്പോൾ അത് പയ്യെ പയ്യെ അത് സാഗിനെസ് കൂടി വരും. കാരണം ഫീഡിങ് ചെയ്യുന്ന ടൈമിലുള്ള ചേഞ്ചസ് കൊണ്ട് അത് വീണ്ടും എഗെയിൻ സാഗിയാവും. അപ്പൊ അതിനു മുന്നേയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ഇതേപോലത്തെ ഒരു നല്ല, ഇത് നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഇതേപോലത്തെ നല്ല ഒരു എന്താ പറയുക ഒരു കവറേജ് കൂടിയിട്ടുള്ള നല്ല ഒരു ഷേപ്പ് തരുന്ന ഒരു നോർമൽ ബ്രാ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ സ്ട്രാപ്പ് വന്നിട്ട് ഇച്ചിരി വീതിയുള്ള എടുക്കുക. അപ്പോൾ അതുവരേക്കും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിൻ സ്ട്രാപ്പിൻ്റെ ഒക്കെ യൂസ് ചെയ്തേക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു 2 ഹുക്ക് യൂസ് ചെയ്തേക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെ വരുന്നവർ പയ്യെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് സ്ട്രാപ്പിനൊക്കെ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു വീതിയുള്ള ഒരു സ്ട്രാപ്പും അതേപോലെ ഒരു 3 ഹുക്ക് ഒക്കെ ആയിട്ടുള്ള, ഇപ്പോൾ ഒരു 3 ഹുക്ക് അല്ലെങ്കിൽ സ്ട്രാപ്പിന് കുറച്ചൊരു കപ്പാസിറ്റിയും കാര്യങ്ങളും ഉണ്ട്. കുറച്ച് ഫാബ്രിക് വന്നിട്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ. എല്ലാവരും തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പം ബനിയൻ സ്റ്റഫാണല്ലോ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം അതിൽ തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളത് കിട്ടും. അപ്പം അത് നോക്കുക. കാരണം വെച്ചാൽ നമ്മൾക്ക് ക്യാരിങ് ആകുമ്പോൾ തന്നെ നമ്മുടെ ബ്രസ്റ്റിന്റെ ചേഞ്ചസിൽ നമ്മൾ പ്രോപ്പർ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നർ അല്ല ഇട്ട് കൊടുത്തെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു സാഗിയായി അതൊരു ബുദ്ധിമുട്ടായിട്ട് പോകും. അപ്പോൾ കംഫർട്ടബിൾ വെച്ചാൽ നമ്മൾ ഓരോരുത്തർക്കും ഇപ്പം ഓരോ ഇൻഡിവിജ്വലിൻ്റെയും രീതികൾ, ക്യാരിങ് ആകുമ്പോഴുള്ള രീതികൾ ഒത്തിരി ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും ആരെ പോലെയാണ് ഇന്ന ആളെ പോലെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ആണ് അവരിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു നോർമൽ നല്ല, ഞാൻ പറഞ്ഞല്ലോ നോർമൽ നല്ലൊരു സപ്പോർട്ടായിട്ടുള്ള, ഇതിപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പം ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലേഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബി കപ്പി വരുന്നതാണ്. അപ്പൊ ബി കപ്പി വരുമ്പോൾ തന്നെ നല്ല വീതിയുള്ള ഒരു സ്ട്രാപ്പും അതേപോലെ തന്നെ 3 ഹുക്കും ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതേപോലെയാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ റെഡി ടു ഡെസ്പാച്ച് എന്നുള്ള രീതി. ഇതിന്റെ വില വരുന്നത് 825. ഇനി അതല്ല ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കുറച്ചും കൂടെ താഴ്ന്ന ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഫീഡിംഗ് ബ്രായിലേക്ക് നമ്മൾ വരുവാണ് കേട്ടോ. അപ്പൊ ഇനി അപ്പോൾ നോർമൽ നമ്മൾ ആ ഒരു ഡെലിവറി ടൈമിൽ അല്ലെങ്കിൽ ഒരു ക്യാരിങ് ആയിരിക്കുന്ന സമയത്ത് നമ്മളത് കഴിഞ്ഞു. ദെൻ ഡെലിവറിയുടെ ടൈമിലാണ് നമ്മൾ എല്ലാവരും ഒന്ന് ഫീഡിംഗ് ബ്രായിലേക്ക് കയറുന്നത്. ഫീഡിംഗ് ബ്രായിലേക്ക് നമുക്ക് കയറുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ യൂസ് ചെയ്തിരുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഇപ്പൊ ചിലവർ കോട്ടൺ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആ സമയത്ത് ഇപ്പൊ നമുക്ക് ഒരു എന്താ പറയാ ഇപ്പൊ ഒരു സിസേറിയനൊക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പെയിനും കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ചിലപ്പോൾ കോട്ടൺ അന്നേരം ഇടാനായിട്ട് ഒരു ഫീല് വരത്തില്ലായിരിക്കും, അല്ലെങ്കിൽ അന്നേരം ഇടാൻ തോന്നിക്കില്ലായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബനിയൻ സ്റ്റഫ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ബനിയൻ ഒരു ഫീഡിംഗ് ബ്രാ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല നോർമൽ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റിച്ചസും കാര്യങ്ങളും ഉണ്ടാവും. നമ്മളുടെ എല്ലാവരുടെയും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണെന്നുള്ളത് നോക്കി അതനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷോപ്പിലെ
നമുക്ക് കോട്ടണിലും ബനിയനിലും നമുക്ക് ഫീഡിംഗ് ബ്രാസ് അവൈലബിൾ ആണ്. അതിൽ ബനിയനിൽ ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതേപോലത്തെ ഒരു മെറ്റീരിയൽ ആണ് നമുക്കെന്നുണ്ടെങ്കിൽ B-C-D കപ്പുകളിലും, അതേപോലെ ഈ നമ്മൾ കസ്റ്റമൈസ് ചെയ്യിച്ച് നമ്മൾ കമ്പനിയോട് പറഞ്ഞ് ചെയ്യിച്ചെടുക്കുന്നതാണ്. നമുക്ക് അതും നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ കപ്പിലും കേട്ടോ. അപ്പം B-C-D കപ്പുകളിൽ ബനിയനിൽ നമുക്ക് ഈ 42, അതായത് C-D ഒക്കെ ആണെങ്കിൽ 42 വരേക്കും നമുക്ക് അവൈലബിളാണ്. അതേപോലെ തന്നെ കോട്ടണിലാണെങ്കിൽ ബിയും സിയും മാത്രമാണ് നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഈ 2 കപ്പുകളിൽ കേട്ടോ, ബിയും സിയും. കോട്ടൺ എന്ന് പറയുന്നത് ഇതേ ഒരു മോഡലാണ് കേട്ടോ. കോട്ടൻ്റെ വരുന്നത് ഇങ്ങനെയാണ് കോട്ടൻ്റെ വരുന്നത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഒരു ബിയും സിയും മാത്രം കേട്ടോ അവൈലബിൾ ആക്കിയേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സ്റ്റഫിൻ്റെ തന്നെയാണ് ഒരു പ്രത്യേകതകളും കാര്യങ്ങളും വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 356 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ബാക്ക് പോർഷൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ ഫീഡിങ്ങിനകത്ത് ഒത്തിരി നമുക്ക് ഒരു B-C-D കപ്പുകളിൽ ഭയങ്കര ഹുക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതൊന്നുമില്ല. എല്ലാം ഇതുപോലെ ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇത്ര കാര്യമുള്ളൂ. ഇതിനകത്ത് ഇപ്പം നിങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ചിലതിൻ്റെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ്, ഇങ്ങനെ ഒരു ക്ലോത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ദെൻ ഇത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ചിലത് വന്നിട്ട് ഈ ഒരു പോർഷനില്ലേ, ഈ ഒരു പോർഷൻ വന്നിട്ട് ഇങ്ങനെ ഒരു പോർഷൻ കവർ ചെയ്തിട്ട് ഒരു സെൻട്രൽ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഹോള് പോലെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഹോള് നമ്മളുടെ ബസ്റ്റിന്റെ സൈസിനനുസരിച്ച് പറ്റുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ സൈസുകൾ. അപ്പൊ ആ സൈസിനനുസരിച്ചിട്ടാണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മൾ ഫീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്, ഫസ്റ്റ് ബേബി ആയാലും സെക്കൻഡ് ബേബി ആയാലും തേർഡ് ബേബി ആയാലും ഒക്കെ നമുക്ക് ഹോസ്പിറ്റൽസിൽ നിന്ന് നഴ്സുമാർ നമുക്ക് ഫീഡ് ചെയ്യേണ്ട രീതികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അതനുസരിച്ച് ഫീഡ് ചെയ്യുമ്പം നമുക്ക് എങ്ങനെയാണ് അത് ഫീഡ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയോൾ ലൈക്ക് ആ ഒരു ബ്ലാക്ക് പോർഷൻ കംപ്ലീറ്റ് നമുക്ക് കുഞ്ഞിൻ്റെ വായിലേക്ക് പോകണമെന്നുള്ളതാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അതിന് പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം നമ്മൾ എടുക്കുമ്പോഴും. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഹസ്ബൻഡുമാരെ ആയിരിക്കും വിടുന്നത്. അപ്പൊ അവരോട് ഒന്ന് പറഞ്ഞു വിട്ടാൽ മാത്രം മതി. അടുത്തത് ഞാൻ ഇനി കോട്ടണിലുള്ള ഒരു മോഡൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി ഞാനൊന്ന് മാനിക്യൂറിൽ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കോട്ടണിൽ വരുന്നത് കേട്ടോ. ഞാൻ മാനിക്യൂറിൽ ഇട്ടെന്ന് പറഞ്ഞത് ഇതിനകത്താണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ബനിയനിൽ വരുമ്പോൾ ചില ബനിയൻ, അതായത് ബ്രാൻഡിന്റെ വരുമ്പോൾ ഈ ഒരു പോർഷൻ കവറാണ് ഞാൻ പറഞ്ഞത്. അത് ബനിയനിലാണെങ്കിലും അങ്ങനെ വെക്കാറുണ്ട് അവരെ. ഈ ഒരു പോർഷൻ കവറിൽ ഈ ഒരു ഹോളാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ. പിന്നെ എപ്പോഴും നമുക്കൊരു ഫീഡിങ് എപ്പോഴും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. നമുക്കൊരു 2 ഇയേഴ്സത്തേക്കാണല്ലോ നമ്മൾ എപ്പോഴും ഫീഡ് ചെയ്യണം. അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 1.5 വയസ്സ് വരെ നമ്മളെങ്കിലും ഫീഡ് ചെയ്യും. അപ്പം ആ ഒരു ടൈമിൽ 2 ഇയേഴ്സാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു 1.5 വയസ്സ് വരെയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് എവിടെ ആണെങ്കിലും നമ്മളൊരു നോർമൽ ഡ്രസ്സ് ഇട്ടാൽ പോലും നമുക്ക് ഈ ഒരു ഫീഡിങ് ബ്രായാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയി. ഇനി എല്ലാവരും ഇപ്പൊ ഫീഡിങ് ബ്രാ പിന്നെ അത് കഴിഞ്ഞ് യൂസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നോർമൽ ബ്രായിൽ ചെയ്യുന്നവരുണ്ട്. നോർമൽ ബ്രായിൽ എല്ലാവരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലവർ വന്നിട്ട് ഈ പറഞ്ഞ പോലെ താഴത്തെ പോർഷൻ മേളിലോട്ട് പൊക്കിയിട്ട് അങ്ങനെ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഹുക്ക് അഴിച്ചിട്ടണായിരിക്കും. ഇനി ഹുക്കേപ്പടി ആണ്, അതായത് ഹുക്കേപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുക്ക് ഇട്ടോണ്ട് തന്നെ, അതായത് ഇതേപോലെ ഹുക്ക് ഇട്ടോണ്ട് തന്നെ ഈ മേളത്തെ പോർഷൻ ഇങ്ങനെ മാറ്റിയിട്ട് ഇവിടത്തേക്ക് വെച്ചിട്ട് താഴത്തെ പോർഷൻ ഇങ്ങോട്ട് വെച്ചിട്ട് ഫീഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അന്നേരം എന്താ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് നമുക്ക് പാല് നല്ലതായിട്ട് നിൽക്കുന്ന ഒരു ടൈം വരുമല്ലോ. ഇപ്പൊ പാലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ എഗെയിൻ നമ്മളത് ബസ്റ്റിന് വന്നിട്ട് അത്ര നല്ലതല്ല അതങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. കാരണം നമുക്ക് ആ ഒരു ഇനി ഹുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് തന്നെ കൊടുക്കും. കാരണം നമുക്ക് വേറെ പെയിൻ ഒന്നും വരില്ല. കാരണം ഒരു കട്ടിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇങ്ങോട്ട് വെക്കുമ്പോൾ വരത്തില്ല. പക്ഷെ ഈ അല്ലാതെ പോലെ നമ്മൾ ഹുക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വേദന ഫീൽ ചെയ്യും. കാരണം പാല് കൊടുക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും പാലൊക്കെ ഉള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ തന്നെ നല്ല പെയിൻ ഉണ്ടാവും അല്ലേ. അപ്പൊ അന്നേരം അത് പ്രോപ്പറായിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. അതേ സമയത്ത് തന്നെ ചിലവർ വന്നിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ നിന്ന് ഫ്രണ്ടിലേക്ക്,
അതായത് ഇത് ഫുൾ ഓപ്പൺ ആക്കി ബ്രസ്റ്റ് പുറത്തേക്ക് എടുത്ത് ഫീഡ് ചെയ്യുന്നവരുണ്ട്. അതും ഒരു പ്രോപ്പർ ആയിട്ടുള്ള എഗെയിൻ അത് ഫുൾ ബ്രസ്റ്റ് ഓപ്പൺ ആവുകയാണ് അല്ലെ. അപ്പൊ അതിലൊക്കെ എപ്പോഴും ഒരു കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഫീഡിങ് ബ്രാ ആണെന്നുണ്ടെങ്കിൽ പിന്നെ യൂസ് ചെയ്യേണ്ട ഇത് മെറ്റീരിയൽ ഡിപ്പെൻസ് അപ്പം ഓരോരുത്തരുടെ ഇതുപോലെ കേട്ടോ. അത് കോട്ടൺ വേണോ അല്ലെങ്കിൽ ബനിയൻ വേണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ തന്നെ അത് നോക്കി അത് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ. പിന്നെ ഇതിനകത്തും BCD കപ്പുകളും ഈ കപ്പുകളും ഒക്കെ ഉണ്ട്. 42 വരെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ കോട്ടണിലാണെങ്കിൽ നമ്മൾ ബിയും സിയും മാത്രമേ വെച്ചിട്ടുള്ളൂ, ഡി നമ്മൾ വെച്ചിട്ടില്ല കോട്ടണില്. ബനിയനിലാണ് ഡിയും ഇയും വരെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഇട്ടിരിക്കുന്നതിന്റെ പ്രൈസ് ആണെങ്കിൽ 275 രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ രീതികളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഒരു സപ്പോർട്ട് കിട്ടാനൊക്കെ ആയിട്ടാണ് അവരിങ്ങനെ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഒരു സെന്റർ പോർഷൻ പോകുന്നുണ്ട്. അടിയിലത്തെ വന്നിട്ട് നോർമൽ നമ്മുടെ പണ്ടത്തെ ആ ഒരു എലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ വന്നിരിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഇതിപ്പോൾ ഞാൻ മാനിക്കുലർ ഇട്ടിട്ടേക്കുന്ന ബി കപ്പാണ്. അപ്പോൾ ഒരു സീലേക്കാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ പോലെ 2 ഹുക്കാണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ്, ഇത്രയാണ് നമുക്കൊരു ഫീഡിങ്ങിൽ ഉള്ള ഒരു ഇത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ ഇടാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീഡിങ് മദേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് കമന്റിനകത്ത് ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീഡിങ് ബ്രായിനെ കുറിച്ചും കൂടെ ഒരു വീഡിയോ ചെയ്യാവോന്ന്. അതനുസരിച്ചാണ് നമ്മൾ ഒന്ന് ഈ ഫീഡിങ് ബ്രായുടെ വീഡിയോ ഇന്ന് ചെയ്യാന്ന് വെച്ചത് കേട്ടോ. അപ്പം ഈ കാണിച്ചേക്കുന്ന 2 മോഡലിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സൈസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പ് സൈസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. നമ്മൾ കാണിക്കുന്ന വാട്സപ്പിൽ ഓൺലൈനിൽ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ വിളിക്കുക. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അറിയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈമിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം. പുതിയ വ്യൂവേഴ്സ് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.